എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് സ്വാഗതം. ഞാൻ സജ്ന. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റീഡിങ്ങിലേക്ക് കിടക്കാം. മാർച്ച് മാസം ഒരു കപ്പിൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. കപ്പിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇമോഷൻസിൻ്റെ എനർജി, സ്നേഹം, ബന്ധങ്ങൾ, വികാരങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ മാസം കൂടുതൽ പ്രാധാന്യമുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാഷ, അതായത് ഇൻറ്റ്യൂഷൻ എന്നിവയ്ക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യും. ജലതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കപ്പ് കാർഡുകൾ നിങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം ഒഴുകാനും നിങ്ങൾ എവിടെയായിരുന്നാലും സന്തോഷം കണ്ടെത്താനുമാണ് പറയുന്നത്. മാർച്ച് മാസം എന്തായാലും നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനും നിങ്ങൾക്ക് സന്തോഷിക്കാനുമുള്ള ഒരു മാസം തന്നെ ആയിരിക്കുമെന്നാണ് ഇവിടെ സൂചന. ഇവിടെ ആദ്യത്തെ കാർഡായി നമുക്ക് 3 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു സെലിബ്രേഷൻ്റെ കാർഡ് തന്നെയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ആഘോഷിക്കാനുള്ള ഒരു മാസം തന്നെയാണ് മാർച്ച് എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ ആയി ഒത്തുകൂടാനും സന്തോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വരുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്യാനുള്ള ആത്മധൈര്യം നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞു എന്നും സൂചനയുണ്ട്. തുറന്നുള്ള ആശയവിനിമയവും വിശ്വാസവും ഒക്കെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുണ്ടാകുമെന്നും കാണുന്നു. പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതാണ്. ബന്ധങ്ങളിലോ ഫിനാൻസിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കാതെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള മെസ്സേജും നിങ്ങൾക്ക് കാർഡ് തരുന്നുണ്ട്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ നിങ്ങളെ സ്വയം തളച്ചിടാതെ മുന്നോട്ട് നീങ്ങൂ. മുന്നിൽ വിജയത്തിൻ്റെ വഴികൾ നിങ്ങൾക്കായി തുറന്നു കിടപ്പുണ്ട്. അപ്പോൾ പ്രിയരെ, മാർച്ച് മാസം നന്നായി ആഘോഷിക്കൂ. കൂടുതൽ ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ ജഗദീശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.